നമസ്കാരം. ഇന്ന് നമ്മൾ ജെഎം നിയോൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു ഡ്രെയിൻ ബോൾട്ട് ഉണ്ട്. ഇവിടെ 16 സ്പാൻഡറിനുള്ള ബോൾട്ടാണ്. പിന്നെ അതേമാതിരി ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോൾട്ടുണ്ട്. അത് ഏകദേശം ഈ ഭാഗത്ത് ഇതാണ് വരുന്നത്. അപ്പോൾ അതിന് ഒരു 23 സൈസുള്ള സ്പാൻഡറും നമുക്ക് ആവശ്യമാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഒരു 5 അടിയോളം വരുന്ന ഓസ് വേണം. പിന്നെ 2 റിംഗ് സ്പാൻഡർ വേണം. പിന്നെ ഒരു പാത്രം, പിന്നെ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിലും വേണം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഓയിൽ എന്ന് പറയുന്നത് 80W90 ആണ്. അത് ഞാൻ ലൂസായിട്ടാണ് വാങ്ങിച്ചത്. ലൂസ് വേണമെങ്കിൽ വാങ്ങിക്കാം, അത് മോശമൊന്നുമില്ല ക്വാളിറ്റി. കാരണം ഇത് ലോറി ബസ് ഓണേഴ്സിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. അവരുടെ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. വലിയ ബാരലിൽ വരുന്നത് കൊണ്ട് ലൂസായിട്ട് വരുന്നത് മാത്രം. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇതിനില്ല. അപ്പോൾ ഇതിന് നമുക്ക് 16ൻ്റെ റിംഗ് സ്പാൻഡർ ഇട്ടിട്ട് നമുക്ക് ഇതിനെ പിടിക്കാം. ഇത് രണ്ടും റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടത്. ഇത് ഞാൻ ഓൾറെഡി ലൂസാക്കി വെച്ചതാണ്. ഓക്കെ, താഴെന്ന് പോലെ കാണുന്നുണ്ട്. ഈ ഡ്രെയിൻ നെറ്റിൻ്റെ അല്ലെങ്കിൽ ഡ്രെയിൻ ബോൾട്ടിൻ്റെ മുകളിൽ മാഗ്നറ്റ് ഉണ്ട്. അപ്പം ഇതിൽ വരുന്ന മാഗ്നറ്റ് ഈ ഇരുമ്പിൻ്റെ അംശങ്ങൾ കംപ്ലീറ്റ് ഇവിടെ, അതാണ് നിങ്ങൾക്ക് ചളി മാതിരി കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഇതിന് ഓയിൽ ഫിൽറ്ററോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ മാഗ്നറ്റ് വരുന്നത്. ഇത് അതിൽ വരുന്ന മെറ്റൽ പാർട്ടിക്കിൾസ്, പൊടിഞ്ഞു വരുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് നല്ലോണം റിമൂവ് ചെയ്തതിന് ശേഷം പെട്രോളോ അല്ലെങ്കിൽ കെറസിലോ നല്ലോണം വാഷ് ചെയ്തിട്ട് വെക്കേണ്ട അത്യാവശ്യമാണ്. വണ്ടിയിൽ ഇവിടെയായിട്ട് ഒരു കോപ്പർ വാഷർ ഉണ്ടാവും. ആ വാഷർ ചിലപ്പോൾ ഡാമേജ് ആവാം. ആ ഡാമേജ് ആയതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും ഓയിലിൽ കുളിച്ചിട്ടുണ്ടാവും. ചില വണ്ടിയിൽ ഓയിൽ ഡ്രോപ്പായിട്ട് പോവുകയും ചെയ്യും. അപ്പം അത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു കട്ടുണ്ട്, ഇത് മാറ്റേണ്ടത് ആവശ്യമാണ്. ഈ വാഷർ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഇത് ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് ഞാനിപ്പം വാങ്ങിക്കൊണ്ടുവന്ന പുതിയ വാഷറാണത്. ഇത് അലൂമിനിയത്തിൻ്റെ ഉണ്ട്, കോപ്പറിൻ്റെ ഉണ്ട്. അലൂമിനിയം ആണെങ്കിൽ കുറച്ചും കൂടി മാല്യബിൾ ആയിരിക്കും. അപ്പം നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സീറ്റിംഗ് ആയിട്ട് നിൽക്കും. ലീക്ക് വരാൻ കുറച്ചും കൂടി ചാൻസ് കുറവാണ്. നമ്മൾ വാഷർ കറക്റ്റായിട്ട് ഈ സീറ്റിങ്ങിൽ, ഇതാണ് അതിൻ്റെ കറക്റ്റ് സീറ്റിംഗ് വരുന്നത്. അപ്പം അത് പുറത്തേക്കോ ഒന്നും വരാൻ, സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഇവിടെ കറക്റ്റ് സീറ്റിംഗ് വേണം. എന്തെങ്കിലും പൊടിയോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് കറക്റ്റ് സീറ്റിംഗ് കറക്റ്റാവില്ല, അത് ലീക്കാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നല്ലോണം ക്ലീനാക്കിയതിന് ശേഷം, സീറ്റിംഗ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രെയിൻ ബോൾട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഒരു പിരി ബാക്കോട്ടേക്ക് തിരിച്ചിട്ട് പിന്നെ ടൈറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ കറക്റ്റ് ത്രെഡിലേക്ക് വീഴും, അല്ലെങ്കിൽ ക്രോസ് ത്രെഡായി പോകും. നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പൊടിയോ കാര്യം എന്തുണ്ടെങ്കിൽ അത് നല്ലോണം ക്ലീൻ ആക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം.
ഓയിൽ മാറ്റിക്കഴിഞ്ഞ ഒരാഴ്ചയെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് നന്നായിരിക്കും. ലീക്കോ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് 1.2 ലിറ്ററാണ് പറഞ്ഞത്, ±25 ml ആണ്. അപ്പം അത് ഇതിലൊരു 140 വരെ 1.4 വരെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ.